അപ്പോൾ പാൽപ്പത്തിരിൻ്റെ ഒപ്പം ബീഫ് കറി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് 1 കിലോഗ്രാം ബീഫാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് കട്ട് ചെയ്ത് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ ബീഫൊക്കെ. പിന്നെ വേണ്ട അങ്ങനെ വലുതാക്കിയിട്ട് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെയും കിട്ടും കേട്ടോ. അതിലേക്ക് ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടിട്ടുണ്ട്, പേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ. ചതയ്ക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ബീഫിൻ്റെ മസാലയും ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് കൈകൊണ്ട് തിരുമ്മി കൊടുക്കട്ടെ. അപ്പം ഞാൻ ഇട്ടതാണ് ബീഫിൻ്റെ മസാല. ബീഫ് മീറ്റ് മസാല അല്ലേ, ഇറച്ചീൻ്റെ, അതിട്ടാൽ നമുക്ക് നല്ലൊരു മണം കിട്ടും. ഒരുപാട് മല്ലിപ്പൊടി ഇട്ടുകൊണ്ട് ഉണ്ടാക്കിയാലും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, ചിക്കൻ ആയാലും ബീഫ് ആയാലും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നമ്മൾ ഇത് കുഴച്ച് കൊടുക്കണം കേട്ടോ. കൈയല്ലാതെ നമ്മൾ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കിയിട്ട് കാര്യമില്ല, കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. 1/2 ഗ്ലാസ് വെള്ളമാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. നമുക്ക് കുറുക്കി വറ്റിച്ചെടുത്തൊരു കറിയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് അത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിൽ ഉലുവ പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വലിയ ജീരകം നമുക്ക് മുഴുവനായിട്ടുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് പൊടി ആയതുകൊണ്ട് ഞാൻ പൊടിയാണ് ചേർത്ത് കൊടുക്കുക. പിന്നെ വലിയുള്ളിയും പച്ചമുളകും കൂടി നന്നായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റണം എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റണം കേട്ടോ. എന്നാൽ തന്നെ നമ്മളെ ബീഫിന് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ നേരത്തെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് അടിപൊളിയായിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കണം. മുളക് പൊടി ഉണ്ട്, കുറച്ച് മല്ലിപ്പൊടി ഉണ്ട്, അതുപോലെ നമ്മളെ മീറ്റ് മസാല ഉണ്ട്, ജീരകപ്പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, കുരുമുളക് പൊടി ഉണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് ആ ഒരു മൂപ്പിച്ചെടുക്കാൻ അറിയില്ല, ആ ഒരു പരുവത്തിലേക്ക് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി വേവിച്ചെടുത്ത ആ ഒരു ബീഫ് കൂടി ഇതിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി വേറെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു വെള്ളത്തിൽ തന്നെ കിടന്നങ്ങാണ്ട് നന്നായിട്ട് കുറുക്കിക്കോളും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഞാനിവിടെ ഗരം മസാല കുറച്ച് ചേർത്ത് കൊടുക്കേണ്ട, അതുപോലെ മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളെ ബീഫ് കറിയൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു കുറുകിയ ബീഫ് കറി നമുക്ക് പാൽപ്പത്തിരിയിലേക്ക് കഴിക്കാനേ. ഇപ്പോൾ ഇതിൽ തക്കാളി കാര്യങ്ങളൊന്നും നല്ലോണം ഇട്ടിട്ടില്ല, തീരെ ഇട്ടിട്ടില്ല തക്കാളി, അതേപോലെ സോസുകളൊന്നും വെച്ചിട്ടില്ല. പിന്നെ അതുപോലെ മല്ലിപ്പൊടി ഞാൻ പേരിന് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനിയാണ് നമുക്ക് പാൽപ്പത്തിരി എടുത്ത് ബീഫും കൂട്ടിയിട്ട് കഴിക്കാനുള്ളത്. ഇപ്പോൾ നോമ്പൊക്കെ തുറന്നിട്ട് കുറച്ച് സമയം കേട്ടോ. പിന്നെ നമ്മൾ പത്തിരി ഇതാ പാലിൽ മുക്കിയിട്ട്, തേങ്ങാപ്പാലാണ്, കട്ടിയുള്ള നല്ല അടിപൊളി തേങ്ങാപ്പാലാണ് കേട്ടോ. ഈ പാലിലേക്ക് നമ്മൾ പത്തിരി മുക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെക്കണം. നമ്മളെ ബീഫ് കറി ഇവിടെ സെറ്റായ ബീഫ് കറി ഇവിടെ വെച്ച് കൊടുക്കണം. ഇത് കൂട്ടി കഴിച്ചാൽ എൻ്റെ സാറേ അടിപൊളി നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. നമുക്ക് ഉണ്ടാക്കി കഴിച്ചവരൊക്കെ ഉണ്ടാവൂലേ. പക്ഷെ ഞാനും ഇപ്പോൾ ഇത് കുറേ സ്ഥലത്തുനിന്ന് കണ്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ബായ്, അസ്സലാമു അലൈക്കും.